ഈ ഭരണത്തിൽ ഇതിപ്പോ 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പ് അടുത്ത 9-ാം തീയതി കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കേരളത്തിന് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പുറകോട്ട് പോക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർഭരണം വന്നപ്പോ ഓരോ വകുപ്പും പുറകോട്ട് പോയി. സ്ത്രീയായ ഞാൻ ആദ്യം പറയുന്നു, സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മോശപ്പെട്ട, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്ന നമ്പർ 1 സംസ്ഥാനമായിട്ട് ഇന്ന് കേരളം ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രത്യേകിച്ച് ധനമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള കൊട്ടാരക്കരയിലും മാറിയ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ വന്നപ്പോൾ പൈപ്പുകളൊക്കെ ഇറക്കി വെച്ച ഒരു അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട് ഈ കേരളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ വോട്ട് ചോദിക്കാനായിട്ട്. അതുപോലെയാണ് ഉന്നതികളിൽ ഉണ്ടായിട്ടുള്ള ഉന്നതികൾക്ക് ആവശ്യമായ പരിഗണന കിട്ടിയിട്ടില്ല. പിന്നോക്ക വിഭാഗങ്ങൾ എസ് സി വിഭാഗത്തിലുള്ളവർക്കൊക്കെ നല്ല പ്രയാസങ്ങൾ അവർ ഞങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെയാണ് ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു വലിയ കാര്യം ഞാനൊക്കെ ഇരുന്ന സമയത്ത് ഇവിടെ ചെയ്തിരുന്നു. അത് ഒഴിവാക്കപ്പെട്ടു. പരിഹരിക്കുന്ന ഒരു പ്രശ്നം 5 വർഷമായിട്ട് ഉണ്ടായില്ല. അതുപോലെ കേരളത്തിലാണെങ്കിൽ ഇപ്പോ കരിങ്കൊടി കാണിച്ചാൽ പോലും ആൾക്കാരെ അകത്താക്കുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുത്തു വെക്കും. അതുപോലെ IC യൂണിറ്റിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ണൂരിൽ കണ്ടായിരുന്നു. കരിങ്കൊടിയുമായിട്ട് ആൾക്കാർ വരുമ്പോൾ പോലീസുകാരെ തടഞ്ഞു നിർത്തും. പക്ഷെ ദൂരെ ഇരിക്കുന്ന ആളിന് വലിയ തോതിലുള്ള പരിക്ക് പറ്റിയിട്ട് IC യൂണിറ്റിലൊക്കെ അഡ്മിറ്റ് ആക്കുന്ന കാലഘട്ടം ഇപ്പോൾ വന്നിരിക്കുക. പിന്നെ നവീൻ ബാബുവിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ ADM മരണപ്പെട്ടതിന്റെ ഒരു ക്ലിയർ പിക്ചർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ കാണുന്ന വിവാദപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കൊട്ടാരക്കരയിലെ ചെട്ടിയാരേരിയത്ത് പാലം പണി പൂർത്തീകരിച്ച് നിങ്ങൾ ഒരുപാട് വിഷ്വൽ വീഡിയോസോടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാം പഴയ ഫയൽസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ആ പാലം അറക്കടവ് പാലം ഉൾപ്പെടെ പൂർത്തീകരിച്ചത്. 7ാമത്തെ പാലം തകർന്നപ്പോഴാണ് പാരലൽ പാലം വേഗം ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം വന്നിട്ട് 10.46 കോടിയാണ് എനിക്ക് ഓർമ്മ ചെട്ടിയാരേരിയത്ത് പാലത്തിന് അനുവദിച്ചു. കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും അപ്പുറത്തെ മണ്ണടി ഭാഗത്തെ ഒരു ചെറിയ വീതി കൂട്ടൽ നടന്നില്ലായിരുന്നതുകൊണ്ട് മാത്രം അതിന്റെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ പെരുമാറ്റത്തിൽ കോവിഡ് വന്നു. ആ പാലത്തിന്റെ മുകളിൽ ചില ആൾക്കാരെ കയറ്റി നിർത്തി ഈ 2 ജില്ലകളിൽ ബന്ധിപ്പിക്കുന്ന പാലം പണി കഴിപ്പിച്ച ധനകാര്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറെ പേരെന്നും പറയിപ്പിക്കുന്നത് വലിയ സംഭവമായിരുന്നു അറിയാം. അപ്പം ആരുടെ കാലത്താണ് ഇതൊക്കെ നടന്നത്? ഞാൻ ഒരുപാട് പറയുന്നതിന് പോകുന്നില്ല. കൊട്ടാരക്കര മാർക്കറ്റ് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള അതേ പദ്ധതിയാണ് അവിടെയുള്ളത്. 5 വർഷം കഴിഞ്ഞു. ധനകാര്യമന്ത്രി, ഞാൻ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ഒരു MLA മാത്രമായിരുന്ന ഞാൻ 1-ാം തീയതി ഇവിടെ കോടതി സമുച്ചയം കൊണ്ടുവന്നു, സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊണ്ടുവന്നു. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും അന്നത്തെ ആ മണ്ഡലത്തില് ഓരോ 2 നില കെട്ടിടം വീതം പുത്തൂര് കൊട്ടാരക്കര അടക്കം പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ചു കൊടുത്തു. ഇതുപോലെ എത്ര കാര്യങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച മണ്ഡലമാക്കി, സമ്പൂർണ്ണ എഞ്ചിനീയറിംഗ് മണ്ഡലമാക്കി, കേരളത്തിൽ 3ാമതായിരുന്നു പിറവൂർ വടക്കേക്കരി കഴിഞ്ഞു. ഇങ്ങനെ ഫയർഫോഴ്സ് ഇല്ലാത്ത ഒരു മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. അതിവിടെ കൊണ്ടുവന്നത് ഫസ്റ്റ് ഡേയാണെന്ന് ഓർക്കണം. പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു. സ്കിൽ പാർക്ക് റൂറൽ SP ഓഫീസർ കേരളത്തിൽ തൃശ്ശൂരിലും കൊല്ലം ജില്ലയ്ക്കും ഓരോ റൂറൽ ജില്ലയാക്കി പ്രഖ്യാപിച്ചു. അത് കൊട്ടാരക്കര തന്നെ കൊണ്ടുവന്നു. മേശാപ്പൂറ്റി MLA മാത്രമേ ആയിരുന്നുള്ളൂ. കോഴി ഇടപെട്ടിട്ട് അതിവിടെ കൊണ്ടുവന്നു. ആദ്യം ഒരു റെന്റൽ ബിൽഡിങ്ങിലാക്കി. അത് കഴിഞ്ഞ് അടുത്ത സർക്കാർ വന്നു. ഇത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് എത്രയാന്ന് ഓർക്കണം. ഇവിടെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു. സിവിൽ സ്റ്റേഷനിനകത്ത് താലൂക്ക് ഓഫീസ്, ട്രഷറി, 4 കോടതികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പൊളിഞ്ഞ് പാലീസായ ചോരുന്ന കെട്ടിടത്തിൽ ഞാൻ ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്തിരുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ 2
അതുപോലെ മുനിസിപ്പൽ കോടതികൾ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ട് റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് വേണം സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരാൻ. കോടതികളെ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ കോടതിക്ക് സ്ഥലമില്ല. 2007 അവിടെ ഇടപെട്ട് അതിനുള്ള സ്ഥലം നേടിയെടുത്തു. ഇന്ന് കോടതി സമുച്ചയം നിൽക്കുന്ന സ്ഥലത്ത് അന്നത്തെ 5.25 കോടി രൂപ അനുവദിച്ച് ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് ചീഫ് ജസ്റ്റിസ് ചെലമേശ്വരനെ കൊണ്ടുവന്ന് എന്റെ കാലാവധി പൂർത്തിയാകുമെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കൊട്ടാരക്കരയിലെ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. 5 വർഷമായിട്ടൊരു ധനമന്ത്രി ഒരു മണ്ഡലത്തിൽ ഇരുന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു MLAക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. BMPC ചെയ്ത റോഡുകൾ ഇവിടെ മിക്കതും തീർത്തിരുന്നു കഴിഞ്ഞതാണ്. അതിനുശേഷം എസ്റ്റിമേറ്റ് എടുത്തു വെച്ചിരുന്ന കുറച്ചെണ്ണം മാത്രമാണ് ഇപ്പോൾ വന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. കൊട്ടാരക്കര ഓയൂർ റോഡൊക്കെ എന്നീ വന്നതല്ലേ. അതുപോലെ കലിപ്രയിലൂടെ പോയ 8 കോടി 36 ലക്ഷത്തിന്റെ അങ്ങ് 6 മുറിക്കട വരെ ചെല്ലുന്ന റോഡൊക്കെ അന്നേ ചെയ്തതല്ലേ. അധികാരം മോഹിച്ചിട്ടാണെങ്കിൽ അധികാരമുള്ള പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് ചോദിച്ചു വാങ്ങിച്ചാൽ പോയാൽ പോലെ. അതല്ലെങ്കിൽ വലിയൊരു പാർട്ടി വേറെ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നുണ്ടല്ലോ, അവർക്ക് വലിയ അധികാരം ഉണ്ടെങ്കിൽ അങ്ങോട്ടങ്ങ് പോയാൽ പോലെ. അങ്ങനെ ചെയ്തില്ലല്ലോ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനം കുറെ കൂടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എന്നോട് അവർ ബന്ധപ്പെട്ടിരുന്നു. പല ആൾക്കാരും ബന്ധപ്പെട്ടെങ്കിലും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതാണ്. അധികാരമുള്ള പാർട്ടി അല്ല അവർ. അധികാരമില്ലാത്ത ആ പാർട്ടിയിലേക്ക് 10 കൊല്ലമായിട്ട് അധികാരമില്ലാത്ത പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ. ഇനി അധികാരമോഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ മാറ്റി നിർത്തിയപ്പോൾ ഇത്ര ആത്മാർത്ഥമായിട്ട് എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കേട്ട് കാണുമല്ലോ. യാതൊരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ ഇപ്പൊ ഞാൻ രാഷ്ട്രീയം മാറി കോൺഗ്രസിൽ വന്ന് കോൺഗ്രസിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് പോലും എന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ആൾക്കാരും ചേർന്ന് ആ പഴയ വീഡിയോ ഇട്ട് 4 വോട്ട് പിടിക്കുന്ന അതിശയകരമായ വളരെ ഒരു തരംതാണ വികസിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ മര്യാദയാണ് ഒരു എതിർ സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്ന അന്ന് കൊടുത്ത വീഡിയോ ജയിപ്പിക്കണം എന്ന് പറയുന്ന വീഡിയോ ഇടുന്നത് ഏത് രാഷ്ട്രീയ മര്യാദയാണ്? ആ പ്രസ്ഥാനത്തിന്റെ അപജയം എന്താണെന്ന് അതിപ്പുറത്തന്നെ. പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചതിച്ചു. അപ്പൊ മൊത്തം എടുത്ത് എന്നെ തേജോവധം ചെയ്യുക, എന്റെ ക്യാരക്ടറിനെ തേജോവധം ചെയ്തുകൊണ്ട് എന്ത് മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി എന്തൊക്കെ ഭാഷ, എവിടെ നിന്നാണ് ഇവര് പഠിച്ചത്? സംസ്കാരശൂന്യമായിട്ടുള്ള ഭാഷയിൽ അന്തസ്സുള്ള ഭാഷ ഉപയോഗിക്കണം. മനുഷ്യനോട് നന്നായിട്ട് പെരുമാറാൻ കഴിയണം. നല്ല ക്ലാസ്സുകൾ കൊടുക്കണം. നൂറ്റാണ്ട് മാറിക്കഴിഞ്ഞു. സകലമായ സോഷ്യൽ മീഡിയയിലും അഡ്രസ് ചെയ്യാതെ ഇങ്ങനെ വരാൻ പറ്റും. ഈ മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ? മന്ത്രിയുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടിയല്ലേ എന്നെ ഇത്രയും തേജോവധം ചെയ്യുന്നത്. അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവും. എന്നോട് എത്ര പേരിപ്പോ ചോദിച്ചത് എത്ര ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എങ്ങനെ ഇത്ര നാൾ ഇരുന്നു ചോദിക്കുന്നുണ്ട്. അത് അവരെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്ര മോശമായിട്ട് ഇത്രയും നാൾ നല്ലതായിരുന്നു. രാഷ്ട്രീയം മാറിയതൊരു കാരണത്താൽ ഇങ്ങനെ പറയുന്നു. എത്ര പേര് BJP കോൺഗ്രസിൽ നിന്നും അങ്ങോട്ട് കോൺഗ്രസിൽ നിന്ന് ഒരു പട ആൾക്കാർ CPM വന്നപ്പോൾ അത് നല്ലത്. CPM ഒരാൾ അത് ഐഷാപൂറ്റി പോയതേ ഉള്ളൂ കൂടുതൽ പ്രശ്നം. അതെന്താ ജനകീയതയുണ്ട്. ഐഷാപൂറ്റിക്ക് ജനകീയത ഉള്ളതുകൊണ്ടല്ലേ, ജനങ്ങൾ ഐഷാപൂറ്റിയുടെ കൂടെ നിൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ, ഒരു ഭയമുള്ളത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചോദിച്ചു. ഉറപ്പായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ അറിയാം, ഞാൻ ആരെന്ന് അറിയാം. ധൈര്യമായിട്ട് ഇരിക്കുന്നതാണ് എന്നോട് പറയുന്നത്. മനസ്സിലായി? ഞാൻ അങ്ങനെ പെട്ടെന്ന് മാറിയ ഒരാളല്ല. ഞാൻ എത്രയോ നാളുകൊണ്ട് ഇത് നിങ്ങളുടെ എല്ലാം വാർത്തകൾ തന്നെ ഇഷ്ടം പോലെ വന്നാണ്. പൊതുമണ്ഡലത്തിൽ കാണുന്നില്ലെന്നും അവിടെയൊന്നും കണ്ടില്ലെന്നും ഒക്കെ എത്രയോ വാർത്തകൾ ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വൈക്ക് എത്ര നാളുകൾ നടത്തുന്നത് എങ്കിലും പൊതിഞ്ഞ് പറയാതെ ആ ഒരു പിന്നെ ഉണ്ടാകുന്ന ഒരു അതിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ട് വഴക്കുണ്ടാകുന്നത് വെച്ച് ഞാൻ പൊതിഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ മാറിയത്. ഒരുപാട് സംസാരിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ടുമാണ് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞെടുത്തത്. ഇത് ലക്ഷ്മിയുടെ ഇഷ്ടമാണ്. അത് അവരവരുടെ ഞാൻ എവിടെ ഇരിക്കണം എനിക്ക് തീരുമാനിക്കാമല്ലോ. ഒരിടത്തെ ഇരിക്കാവുന്ന ആർക്കാ പറയാനാണ് ഞാൻ പറയുന്നത്. ഇത് സ്വതന്ത്ര ഇന്ത്യയല്ലേ.
സ്വാതന്ത്ര്യമുള്ളതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുള്ളതാണ്. എവിടെ ഇരിക്കണമെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. CPM-ലെ ഇരിക്കാവെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ എന്തെല്ലാമാണ് നാളെ അമ്മച്ചി അത് BJP-യിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ ആളിന് വല്ല ഐഷ പൂറ്റി അറിയോ? ഐഷ പൂറ്റി അനുഭവിച്ച എന്താണെന്നറിയോ? രണ്ടുണ്ട്. UDF-ന്റെ കഠിനാധ്വാനമുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർ വെയില് കൊണ്ട് എന്നോടൊപ്പം പ്രവർത്തിക്കുക. എന്റെ ശരീരം ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ കഠിനാധ്വാനം ചെയ്ത ഒരു ഘടകമാണ് ആ പാർട്ടിയെ വളർത്താൻ. അത് പാർട്ടി കാണാതെ പോയെന്നാ ഞാൻ പറയാം. എന്റെ ശരീരം ഞാൻ ജയിച്ചതെനിക്ക് ഒരിക്കലും പറയും. വലിയ സംവിധാനം അവിടെ ഇരുന്നപ്പോഴും ആ സംവിധാനം നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാർട്ടി സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല പ്രവർത്തിച്ചു. ഈ സകലടത്ത് വെയില് കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തി ആ ജയിച്ചു വരണം, ഭരണം കൊണ്ടുവരാനും ജയിപ്പിക്കാനും വേണ്ടി കഠിനാധ്വാനം UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് എന്റെ നേട്ടം മാത്രമല്ല. അതിനകത്തൊരു ഘടകം, ഒരു കൊച്ചു ഘടകം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ ഒരു ചെറിയ കഴിവ്, നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഇത്ര നാൾ പ്രവർത്തിച്ചത് അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ബാക്കി മുഴുവൻ ഈ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന UDF-ന്റെ പ്രവർത്തന സംവിധാനം ഇതെല്ലാം കൂടെ ചെയ്തപ്പോഴാണ് നമുക്ക് ജനങ്ങൾ മാർക്ക് വരുന്നത്. ഈ സൈബർ ആക്രമണങ്ങൾ കൂടുമ്പോ ഏതെങ്കിലും തരത്തിൽ പേടിയുണ്ടോ? പേടി മാത്രം, പേടിയെന്നല്ല, എന്തും ചെയ്യാൻ മടിയില്ലല്ലോ, അതല്ലേ കാണുന്നത്. ഇപ്പോ കരിപ്പൊടി കാണിച്ച ഉടൻ ICU-ൽ പോയി വധശ്രമത്തിൽ കേസ് വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്തും ചെയ്യാൻ മടിയില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, രക്തസാക്ഷി ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറഞ്ഞപ്പോ ആ വീട്ടിലേക്ക് പടക്കം അതുപോലെ ബൈക്ക് പോയ കാര്യങ്ങളൊക്കെയാണ്. ചില ആൾക്കാർക്ക് ഇതിനെ ശക്തമായിട്ട് ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അറിയാം. അപ്പൊ പല കാര്യങ്ങളും നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലതും പുറത്തു പറയാത്തത്. എന്നാൽ ഒരു കാര്യമുണ്ട്, മന്ത്രി കഴിഞ്ഞൊരു ദിവസം ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോ അപ്പൊ തന്നെ അതിനൊരു നടപടിയുണ്ട്. മറ്റേ മറുഭാഗത്തു നിന്നും വന്ന് അവരെ അടിച്ചമർത്തിയിരിക്കും. അതാണ് അസ്വാതന്ത്ര്യം. ഭരണത്തിന്റെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉപയോഗപ്പെടുത്തുക. അത് പറയുന്നത് നമുക്ക് റിസൾട്ട് വരുന്നതാണ്. കൊട്ടാരക്കരയിലെ BJP CPM ഡീൽ ഇല്ലെന്നാണോ? ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം. എനിക്കറിയത്തില്ല, ഞാനൊരു എക്സാമ്പിൾ ആണ്. ഈ BJP-യുടെ ഒരു കൺവീനർ ഡോക്ടർ NN മുരളി CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ പോയി ഷാൾ അറിയിച്ച് ഒരു സപ്പോർട്ട് പറഞ്ഞിച്ച് പോയത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്കറിയില്ല എന്റെ ഡീലെങ്കിലും ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ വായിച്ചതാണ്, ഫേസ്ബുക്കിലെല്ലാം കണ്ടു. അങ്ങനെ അദ്ദേഹമാണ് BJP-യുടെ വലിയ ആളാണ്, ഇതൊരു കൺവീനറാണ്. അദ്ദേഹം അവിടേക്ക് പോയി അദ്ദേഹത്തിന് ആശംസയില്ല, സപ്പോർട്ടും ഒക്കെ അറിയിച്ചു. ഒരു എക്സാമ്പിൾ